ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റിയൽമി 7i കുറിച്ചാണ്. റിയൽമി 7 പ്രോ എന്നീ സെഗ്മെന്റിൽപ്പെട്ട ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ് ഡിവൈസ് ആണ് ഈ റിയൽമി 7i എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസ് റിലീസ് ആയിരുന്നത് സെപ്റ്റംബർ 18 എന്നാൽ ഇന്ത്യയിൽ എത്തിയത് ഈ ഒരു ഒക്ടോബറിലാണ്. ഈ ഒരു ഡിവൈസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 188 ഗ്രാം ആണ്. 158 ഗ്രാം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു ലൈറ്റ് വെയിറ്റഡ് ആയിട്ടുള്ള ഡിവൈസ് തന്നെയാണ്. എന്നാൽ നല്ലോണം ലൈറ്റ് വെയിറ്റ് ഒന്നും അല്ല, ഒരു ആവറേജ് ഇൻ ഹാൻഡഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. അതുപോലെ ഈ ഡിവൈസിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് IPS LCD കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീൻ ആണ്. 19 ഹെഡ്സ് ആണ് റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് 6.5 ഇഞ്ചസ് 102 സെന്റിമീറ്റർ സ്ക്വയർ 82.3% സ്ക്രീൻ ടു ബോഡി റേഷ്യോയിലാണ്. സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 720x1600 പിക്സൽസ് 20:9 റേഷ്യോ 270 ppi ഡെൻസിറ്റിയിലാണ്. സ്ക്രീൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് കോണിംഗ് ഗോറില്ല ഗ്ലാസ് ആണ്. അതുപോലെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 10 റിയൽമി UA എന്ന് പറയുന്ന ഒരു ഇൻബിൽറ്റ് സോഫ്റ്റ്വെയർ ഉണ്ടാവും. ചിപ്സെറ്റ് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 662 ആണ്. 662 എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് ഗെയിം യൂസേഴ്സിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ റൺ ചെയ്ത് കൊണ്ടുപോകാം. എന്നാലും ഹൈ ഗ്രാഫിക്സ് ആയിട്ടുള്ള ഗെയിമുകൾ നമ്മൾ ഒരുപാട് സമയം കളിക്കുമ്പോൾ ചിലപ്പോൾ ലാഗ് ആകാനുള്ള ചാൻസ് ഉണ്ട്, അത്രേ പറയാൻ പറ്റുള്ളൂ. CPU എന്ന് പറയുന്നത് 2 GHz ആണ്. അതുപോലെ GPU എന്ന് പറയുന്നത് Adreno 610 ആണ്. മെമ്മറി കാർഡ് സപ്പോർട്ടഡ് ആണ്. അതുപോലെ ഇന്റർണൽ സ്റ്റോറേജ് എന്ന് പറയുന്നത് 64GB 4GB റാം 128GB 4GB റാമിലാണ്. പിന്നെ ക്യാമറ എന്ന് പറയുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറയാണ്. 64 മെഗാപിക്സലിന്റെ ഒരു വൈഡ് ക്യാമറ ഉണ്ട്, 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ ഉണ്ട്, 2 മെഗാപിക്സലിന്റെ ഒരു മാക്രോ ക്യാമറ ഉണ്ട്, 2 മെഗാപിക്സലിന്റെ ഒരു ഡെപ്ത് ക്യാമറയുണ്ട്. വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് 1080 ആണ്. അത് അത്യാവശ്യം നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോഴൊക്കെ വരുന്ന എല്ലാ ഡിവൈസിനും 64 മെഗാപിക്സലൊക്കെ പറയുമ്പം 4K വീഡിയോ ക്വാളിറ്റി ഒക്കെ ലഭ്യമാണ്. എന്നാലും ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ് ഡിവൈസ് ആയതുകൊണ്ടായിരിക്കും ഇതിൽ 1080 വീഡിയോ സപ്പോർട്ടിങ് ലഭ്യമാവുകയുള്ളൂ. പിന്നെ സെൽഫി ക്യാമറ എന്ന് പറയുന്നത് 16 മെഗാപിക്സലാണ്. വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് 1080 ആണ്. ഹെഡ്ഫോൺ സപ്പോർട്ടഡ് ആണ്. ഫിംഗർ പ്രിന്റ് വരുന്നത് ബാക്കിലാണ്. പിന്നെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 5000 mAh ആണ്. അത്യാവശ്യം നല്ലൊരു ബാക്കപ്പ് ഒക്കെ ഒരു ഡിവൈസിന് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നത് 18 വാട്ട്സ് ആണ്. ഈ ഒരു ഡിവൈസ് 2 കളറിൽ ലഭ്യമാണ്, അറോറോ ഗ്രീൻ, പോളർ ബ്ലൂ എന്ന് പറയുന്ന. ഈ ഒരു ഡിവൈസിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ 4GB റാം 64GB വേരിയന്റിന് 11,999, 4GB റാം 128GB വേരിയന്റിന് 12,999 പ്രൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഡിവൈസിന്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസ് ആരൊക്കെ വാങ്ങണമെന്ന് ചോദിച്ചാൽ ഒരു ആവറേജ് ബഡ്ജറ്റ് സെഗ്മെന്റ് ഡിവൈസ് ഒക്കെ നോക്കി പോകുന്നവർക്ക് എപ്പോഴും പറ്റിയൊരു ഡിവൈസാണ്. ഈ ഒരു ഡിവൈസിന്റെ ബാക്കിൽ വരുന്നത് പ്ലാസ്റ്റിക് ആണ്. ആ ഒരു പ്ലാസ്റ്റിക്കിന്റെയും അതുപോലെ ഡിവൈസിന്റെ ഒക്കെ ക്വാളിറ്റി എന്തായാലും നമുക്ക് ഉപയോഗിച്ച് നോക്കിയാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ബേസിക് ആയിട്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ്. ഡിവൈസിന്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഡിവൈസ് 720 റെസൊല്യൂഷൻ ആണ്. അതുപോലെ ക്യാമറക്ക് നമുക്ക് ഒരു 1080 റെസൊല്യൂഷനെ കൊടുത്തിട്ടുള്ളൂ. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ് ഡിവൈസ് ആകുമ്പോൾ അതിന് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പോൾ ഈ ഒരു ഡിവൈസ് ഒരു ആവറേജ് യൂസേഴ്സിനൊക്കെ എപ്പോഴും പറ്റിയൊരു ഡിവൈസാണ്. അത്യാവശ്യം ഗെയിംസ് ഒക്കെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്ത് പോകും. ഒരുപാട് സമയം നല്ല ഹൈ ഗ്രാഫിക്സ് ആയിട്ടുള്ള ഗെയിംസുകൾ ഒരുപാട് സമയം കളിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡിവൈസ് ഒക്കെ നോക്കി പോവുകയാണ് നല്ലത്. അല്ലെങ്കിൽ ഒരു ആവറേജ് യൂസേഴ്സിന് ഒരു ആവറേജ് ഗെയിംസ് ഒക്കെ യൂസ് ചെയ്ത് ആവറേജ് ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ടീംസിനൊക്കെ പറ്റിയൊരു ഡിവൈസാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷൻസും അതുപോലെ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഡിവൈസിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ആ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് മാക്സിമം ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലിലേക്കും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.